താൻ വിജയിക്കുമെന്ന പേടിയുണ്ടായതുകൊണ്ടാണ് രണ്ട് മുന്നണികളും ഡീൽ ആരോപണം ഉന്നയിക്കുന്നതെന്ന് വട്ടിയൂർക്കാവിലെ NDA സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ 24-നോട്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മാത്രമാണ് തന്റെ ശ്രദ്ധയെന്നും ഡീൽ ആരോപണം ഉന്നയിക്കുന്നവർ അത് തെളിയിക്കട്ടെ എന്നും പറയുന്നു ആർ ശ്രീലേഖ. വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ആർ ശ്രീലേഖയാണ് ഇപ്പോൾ 24-നൊപ്പം ചേരുന്നത്. ഈ മണ്ഡലത്തിനെ സംബന്ധിച്ച് ഡീൽ വിവാദം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇപ്പോൾ വീണ്ടും CPM ഒരു ആരോപണമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. കോൺഗ്രസ് BJP ഡീല് വട്ടിയൂർക്കാവിലും ഉണ്ട് എന്നുള്ളത്. അങ്ങനെ ഒരു ഡീലുണ്ടോ നിലവിൽ? ആരോപണം ഉന്നയിച്ചവരോട് അത് തെളിയിക്കാൻ പറയൂ. അങ്ങനെ ഒരു ഡീലുണ്ടെന്ന് പറയുവാണെങ്കിൽ അതിനുള്ള തെളിവ് ഹാജരാക്കാൻ പറയൂ. ജനം വിശ്വസിക്കട്ടെ. അവർ പറഞ്ഞാൽ പോരല്ലോ. ഇങ്ങനെ ആർക്കും എന്തും പറയാം. ഇതിനെക്കുറിച്ച് ഞാൻ ഇന്നലെ ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞു അത് വെറും അസംബന്ധമാണ് എന്ന് പറഞ്ഞു. അത് എതിർകക്ഷി ഇപ്പം മറ്റേ കക്ഷി കാണിക്കുന്ന രണ്ടു പേർക്കും ഭയങ്കര പേടിയുണ്ടെന്നുള്ളതാണ്. വട്ടിയൂർക്കാവിൽ അവർ പേടിച്ചു തുടങ്ങി. അതുകൊണ്ടാണ് ഈ ഡീൽ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഡീൽ ഇങ്ങോട്ട് ഡീൽ. BJPക്ക് അവരുമായിട്ട് ഡീൽ, ഇവന് BJPക്ക് ഇവരുമായിട്ട് ഡീൽ. കാരണം തോൽവിക്ക് ഒരു റീസൺ വേണ്ടേ, ഒരു കാരണം പറയണ്ടേ. കെ മുരളീധരൻ വിവാദം കുറച്ചുകൂടി കടുപ്പിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹം വീണ്ടും പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് രാവിലെ മേടത്തോടൊപ്പം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുള്ള BJPയുടെ കൗൺസിലർമാർ രാത്രിയായി കഴിഞ്ഞാൽ VK പ്രശാന്തിനോടൊപ്പം ഉണ്ടെന്നാണ് പറയുന്നത്. തെളിയിക്കട്ടെ, അതല്ലേ എനിക്ക് പറയാൻ പറ്റൂ. വെറുതെ ആരോപണം ആർക്കും പറയാമല്ലോ. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ത്രികോണ പോരാട്ടം ഉണ്ടോ? കാരണം ഇപ്പോൾ രണ്ട് മുന്നണികളും പറയുന്നത് അവർ തമ്മിലാണ് പോരാട്ടം എന്നാണ്. BJP കളത്തിലേ ഇല്ല എന്നുള്ള ഒരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. അതെന്താണത് അങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല. അത് ഞാൻ ഇതിനൊന്നും കമന്റ് പറയേണ്ട കാര്യമില്ല. ഓരോരുത്തർ ഞാനിപ്പോൾ വളരെ സമഗ്രമായിട്ട് എൻ്റെ ക്യാമ്പയിനിങ്, എൻ്റെ ക്യാൻവാസിങ്, ഞാനിപ്പോൾ പ്രചാരണത്തിൻ്റെ ചൂടി നിൽക്കുകയാണ്. അതിനിടയിലൂടെ ഇതുപോലെയുള്ള ഓരോരുത്തരോരോന്ന് പറയുന്നതിനോട് പ്രതികരിക്കാനൊന്നും എനിക്ക് സമയമില്ല. ആ സമയം കൊണ്ട് എനിക്കൊരു 10 വോട്ട് പിടിക്കാം, അല്ലേ? വിവാദങ്ങൾ മണ്ഡലത്തെ സംബന്ധിച്ച് വീണ്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർന്നു വരുമ്പോഴും പ്രചരണ രംഗത്തേക്ക് സജീവമാകാൻ തന്നെയാണ് ആർ ശ്രീലേഖയുടെ തീരുമാനം. രഞ്ജിത്തിനൊപ്പം ജിബിൻ JB 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.